പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഹേസു മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു. അത് നിങ്ങളവിടെ ഒന്ന് ഷെയർ ചെയ്യുവാണ്. ഞാൻ രാവിലെ ഉറക്കെഴുന്നേറ്റത് മുതലേ അവളിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ ഇങ്ങനെ പാടി വിഷ് ചെയ്യുമായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ചിരിയും കളിയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റത്. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ രാവിലെ ഉറക്കി എഴുന്നേറ്റ് കുറേ ടൈം അവളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി. ഏത്തക്ക കുറുക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് അവൾക്ക് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിലേറ്റീവ്സൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവൾ കുറേ നേരം അവരെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഫുഡ് കഴിച്ചു. ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാപ്പിയൊക്കെ കുടിച്ച ശേഷം അവളെ ഒന്ന് റെഡിയാക്കി കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മോക്കാണെങ്കിൽ നല്ല ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് തലയിൽ വെള്ളം നനച്ച് അത് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുളിപ്പിച്ചില്ല. മേലെല്ലാം കഴുകി ഡ്രസ്സെല്ലാം മാറ്റി ഡയപ്പറെല്ലാം ചേഞ്ച് ചെയ്ത് സ്വന്തം കുട്ടിയാക്കി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും ഒരു ഉറക്കം ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഒരു ഉറക്കം ഉറങ്ങും. അങ്ങനെ പിന്നെ അവൾക്ക് ഫീഡ് ചെയ്ത് മോളെ ഉറക്കി തൊട്ടിൽ കിടത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഇത് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അപ്പം ഞങ്ങൾ ചോക്ലേറ്റാണ് കൊടുക്കുന്നത്. കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ നമ്മളിങ്ങനെ ചോക്ലേറ്റ് വെച്ച് അങ്ങനെ കൊടുക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കാർഡും ചോക്ലേറ്റിൻ്റെ നമ്മൾ ചോക്ലേറ്റിൽ പേരൊക്കെ ഒട്ടിക്കുന്ന ഇതെല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിരുന്നത്. സംഭവം നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർമ്മ വന്ന് ഞാനാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്തത്. പിന്നെ എഡിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ വീണ്ടും സമയം താമസിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാം ഷടപെടുന്നെല്ലാം സെറ്റാക്കി. ഇനി അങ്ങോട്ടെല്ലാം പെട്ടെന്നാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഫുൾ റെഡി. എനിക്ക് റെഡിയാവുന്ന ഞാൻ ഫുള്ളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് റെഡിയാവുന്ന വീഡിയോസും എല്ലാം ഇങ്ങനെ ഓരോന്നിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല. എല്ലാ സമയം അങ്ങ് പെട്ടെന്ന് പോയി. കാരണം കുഞ്ഞ് എഴുന്നേറ്റ് അവൾ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. പിന്നെ അവളെ പെട്ടെന്ന് റെഡിയാക്കി. പിന്നെ ഞാൻ റെഡിയാവണം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. ഒന്നും പറ്റിയില്ല. പിന്നെ ആളിപ്പം ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് അങ്ങ് പോയപ്പോൾ ആൾ ഭയങ്കര അലമ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഒന്നാമത്തേത് അവൾക്ക് ഡ്രസ്സ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് കേൾക്കാനായിട്ടാണ് കേട്ടോ പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടത്. അത് കഴിഞ്ഞ് ചെറിയൊരു പ്രെയർ ആയിരുന്നു. കാരണം ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവളെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറിയൊരു പ്രെയർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻ വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഞങ്ങൾ ചെറിയൊരു അരമണിക്കൂറുള്ളൊരു പ്രെയർ ആയിരുന്നു. ഒരു പ്രെയറും പിന്നെ ഒരു കുഞ്ഞൊരു പ്രസംഗം എന്ന് പറയാനില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഒരു വചനം വായിച്ചു. പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഹാപ്പി ഒരു മൂഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവൾ അലമ്പാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒന്നാമത് അവൾക്ക് ഡ്രസ്സ്, കാരണം നമ്മളിങ്ങനെ നെറ്റിൻ്റെ ഡ്രസ്സ് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. നല്ല കരച്ചിലായിരുന്നു. ഓൾറെഡി നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഉറങ്ങുന്ന ടൈമാണ്. നമ്മൾ ഫങ്ഷൻ വെച്ചിരുന്ന 6 മണിക്കാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമാണ്. അവൾ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങി പിന്നെ എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം കളിച്ച് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും അവൾ ഒരു 6 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്ന ടൈമാണ്. പക്ഷെ അന്ന് എന്ത് ചെയ്തു, ഉറങ്ങാൻ പറ്റിയില്ല.
അപ്പോൾ അതിൻ്റെയും ബഹളവും പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല കരച്ചിലുണ്ടായിരുന്നു, നല്ല ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. അവൾ പുറത്ത് പോയിരിക്കുമായിരുന്നു, അതായത് ഓൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അങ്ങോട്ട് വിളിച്ചത്. അന്നേരം അച്ഛൻ പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇതിൽ കാണുന്നത്. ഈ രാത്രിയെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയ തലമുറ ദൈവത്തിന് സമർപ്പിച്ച് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ യെസ് ലോർഡ്. ഒരല്പ നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്താൽ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി നന്ദി. വലിയൊരു ചടങ്ങ് കഴിഞ്ഞു. കേക്ക് കട്ടിങ് ആണല്ലോ മെയിനായിട്ട്. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ നല്ല അലമ്പായിരുന്നു, കരച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഇനി ഫോട്ടോസൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതിലെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പം ബർത്ത്ഡേക്ക് കഴിഞ്ഞൊരു 4-5 ദിവസമായിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്യണത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ടയേർഡായി, പനി പിടിച്ചു, വയ്യാണ്ടായി, കിടപ്പായി. പിന്നെ ഹോസ്പിറ്റലിലെല്ലാം പോയി ട്രിപ്പൊക്കെ ഇട്ടു. ഇപ്പോൾ പിന്നെ വീട്ടിൽ വന്നു. ഓക്കെ, ഇപ്പോഴും എനിക്കും വയ്യ കേട്ടോ. എന്നാലും കാരണം ഇത്രയും ദിവസമായില്ലേ, പിന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഇത് കാണുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കേക്കെല്ലാം കട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കുഞ്ഞിനെ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ വായിൽ കേക്ക് വെച്ച് കൊടുത്ത് വീഡിയോ എടുക്കാം, ആ ഒരു ഇതിലാണ്. എന്നാൽ അവൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. കുഞ്ഞിനെയും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, കാരണം അവളും കുഞ്ഞല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവളെ കൂടെ നമുക്ക് സഹകരിച്ച് പോകാനേ പറ്റുള്ളൂ. പക്ഷെ പാവം കേട്ടോ, ഒത്തിരി അവൾ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത്. കാരണം അവൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന പറയുമ്പം തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഞാനുണ്ടല്ലോ അത് കേക്ക് കട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം അതായത് ഞങ്ങളുടെ പപ്പയും അമ്മയും ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തായിരുന്നു. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നോർമലായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തപ്പം അവൾ ഓക്കെ. പിന്നെ അവളെ ഞാൻ ഫീഡ് ചെയ്തപ്പോൾ തന്നെ കുഞ്ഞങ്ങ് ഉറങ്ങി. കാരണം നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, അവളങ്ങ് ഉറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ അവൾ പിന്നെ കുറേ സമയം ഉറക്കമുണ്ട്. പിന്നെ ഓരോരുത്തരും, കാരണം അവളെ ബർത്ത്ഡേ ആണല്ലോ, അവളെ കാണാനാണല്ലോ മെയിനായിട്ട് എല്ലാവരും വരുന്നതൊക്കെ. പക്ഷെ അവൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നു. പിന്നെ ഒത്തിരി പേര് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, അവരുടെ സർവീസൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതുപോലെ കേക്കും സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ അവരെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും, അവരുടെ പേജ്. നല്ല സൂപ്പർ കേക്കായിരുന്നു. എല്ലാവർക്കും കേക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫുഡും ആരും കുറ്റമൊന്നും പറഞ്ഞില്ല. നമുക്ക് മെയിനായിട്ടൊരു ഇതാണല്ലോ, കാരണം വരുന്ന ഫുഡ് കഴിക്കുന്നവർ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ കഴിച്ചിട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കുറ്റവും കുറവൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ വിഷമം തോന്നുമല്ലോ. പക്ഷെ വന്നവരാരും കുറ്റമൊന്നും പറഞ്ഞില്ല, ഒരാൾ പോലും പറഞ്ഞില്ല മോശമായിരുന്നു അല്ലെങ്കിൽ കൊള്ളില്ലായിരുന്നു ഒന്നും ആരും പറഞ്ഞില്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ലതുപോലെ കഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ വിളിച്ചതിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, നമ്മൾ പിന്നെ അത് ചോദിക്കാനൊന്നിനും പോയില്ല. പിന്നെ ഫങ്ഷൻ എന്ന് പറയുമ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായി നമുക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്കാണ് ഫങ്ഷൻ തുടങ്ങിയത്. 9:30 വരെയൊക്കെ ആളുകളിങ്ങനെ വന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. പിന്നെ ഒത്തിരി ഗിഫ്റ്റൊക്കെ കിട്ടി, അവൾക്ക് ഒത്തിരി ടെഡി കിട്ടി, ഒത്തിരി ഡ്രസ്സ് കിട്ടി. പിന്നെ ഇതൊരു സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റൊക്കെ കിട്ടി, അവൾക്കൊരു ജീപ്പ് കിട്ടി. ഞാനും അച്ഛനാണെങ്കിൽ ഒട്ടും
ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അച്ഛൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് അവൾക്ക് മേടിച്ചു കൊടുത്തതാണ്. ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ലാസ്റ്റ് ആയപ്പം പിന്നെ ഫോൺ എടുക്കാൻ അതെടുക്കാൻ ഇതിനെടുക്കാൻ ഒന്നും സമയം കിട്ടിയില്ല. ഫുള്ളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമല്ലേ. പിന്നെ അവളും കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇച്ചിരി ഫുഡ് കൊടുത്തപ്പോൾ പിന്നെ അവൾ പിന്നെ ഫുൾ കളിയായിരുന്നു. നമുക്കതൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ മറന്നുപോയത്, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മറന്നു. അവൾ പിന്നെ ജീപ്പിൽ കുറേ നേരം കളിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവൾക്കൊരു കുതിരയൊക്കെ കിട്ടി, കുതിമയുടെ വണ്ടി പോലെ ഒരു സംഭവമൊക്കെ കിട്ടി. അപ്പോൾ അതിലൊക്കെ അവളിങ്ങനെ കളിയായിരുന്നു. ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അന്നേരം ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ടോയ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ടോയ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹേസുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.